Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന അവൻ്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് യഥാർത്ഥത്തിൽ വിജ്ഞാന സമ്പാദനം എന്നുള്ളത്. അറിവുകൾ നേടിയെടുക്കുക എന്നുള്ളതും അറിവ് നേടിയെടുക്കുവാൻ പ്രയത്നിക്കുക എന്നുള്ളതും അങ്ങേയറ്റം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ ലോകത്ത് വിജ്ഞാനം നേടിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഇന്ന് വരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത പലതും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കാരണത്താൽ ഇന്ന് മനുഷ്യൻ വികസിപ്പിച്ചെടുക്കുന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളും, ഈ പ്രപഞ്ചത്തിലുള്ള പല പ്രതിഭാസങ്ങളും, പല പ്രാപഞ്ചികമായ സംഭവങ്ങളുമൊക്കെ മനുഷ്യൻ ഓരോ ദിവസവും കണ്ടെത്തി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന ദൈവിക മതം മുന്നോട്ട് വെക്കുന്ന ഒരു വൈജ്ഞാനിക മേഖലയുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ഒരു അറിവിൻ്റെ
വിശാലമായ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. മതത്തെക്കുറിച്ചുള്ള ബോധം, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം, അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ചും അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ചും ആ മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കൽ നിർബന്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പ്രവാചകന്റെ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മുസ്ലിമായിക്കൊണ്ട് ഈ ലോകത്ത് ജനിച്ചു വീണ മുഴുവൻ ആളുകൾക്കും നിർബന്ധമാണ്. എന്താണ് നിർബന്ധമായിട്ടുള്ളത്? അവർക്ക് മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടൽ അവർക്ക് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കൽ അവർക്ക് നിർബന്ധമാണ്. അത് ഫറലാക്കപ്പെട്ടതാണ്. എന്താണ് ഫറല്? നമുക്കറിയാം. നിർബന്ധമായും ചെയ്യേണ്ട സംഗതികൾക്കാണ് നമ്മൾ ഫറല് എന്ന് പറയാം. 5 നേരത്തെ നിസ്കാരങ്ങൾ പോലെ, റമദാനിലുള്ള നോമ്പിനെ പോലെ, നിസാബെത്തിയവൻ സക്കാത്ത് കൊടുക്കുന്നത് പോലെ, ആയുസ്സും ആരോഗ്യവും സാമ്പത്തികവും വഴിയുമൊക്കെ ഒത്തുവരുന്നവൻ ഹജ്ജ് നിർബന്ധമാകുന്നത് പോലെ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് വിജ്ഞാനം നേടിയെടുക്കൽ, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ച് വിജ്ഞാനം നുകരൽ, പടച്ച റബ്ബിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കൽ മുസ്ലിമത്തായ ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാൻ. ഭൗതികമായ ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കും. ഭൗതികമായി ഒരു മനുഷ്യൻ നേടിയെടുക്കാൻ കഴിയുന്ന വിജ്ഞാനങ്ങൾ മുഴുവൻ നേടിയെടുക്കുകയും ആ വിജ്ഞാനം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്നത് മുഴുവൻ സമ്പാദിക്കുകയും നാടുകളിലും സമൂഹങ്ങളിലും ജനങ്ങൾക്കിടയിലുമൊക്കെ അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥാനമാനങ്ങളും എല്ലാം നമ്മൾ നേടിയെടുത്താലും പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം ആ മനുഷ്യന്റെ അടുക്കൽ സീറോയാണെങ്കിൽ, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം അവന്റെ അടുക്കൽ ഇല്ല എങ്കിൽ അവൻ നേടിയെടുത്ത വിജ്ഞാനങ്ങളും അവൻ നേടിയെടുത്ത ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമൊക്കെ ഭൗതിക ലോകത്ത് മാത്രം ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ് നാളെ പരലോകത്തും ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഒരു മുസ്ലിമായ മനുഷ്യന് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മോട് ചോദിച്ചത്, ഖുൽ, പ്രവാചകരെ താങ്കൾ ചോദിക്കണം, ഹൽ യസ്തവിയല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവുള്ളവരും പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്തവരും പ്രവാചകരെ എങ്ങനെയാണ് സമമാവുക? അവർ സമമാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ ആ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല. അറിവുള്ള ആളുകൾ ഒരിക്കലും അറിവില്ലാത്തവരോട് സമമാവുകയില്ല. അറിവില്ലാത്തവർ ഒരിക്കലും ആ വിഷയത്തിൽ അറിവുള്ള ഒരാളോട് സമമാവുകയില്ല എന്ന തത്വം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആരാണോ ചിന്തിക്കുന്നവർ, ആരാണോ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നവർ, അവർ ആലോചിച്ചതിനുള്ള ഉത്തരം കണ്ടെത്തട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കൽ, മതത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അറിവ് നേടിയെടുത്താൽ അവനുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക, പടച്ച റബ്ബിന്റെ നിയമങ്ങളും പടച്ച റബ്ബിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിലെ പ്രാമുഖ്യത്തോടു കൂടെ അതിന് കാണുന്നതാരാ? അൽ ഉലമ, അറിവുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്നത് അറിവുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നത് വിജ്ഞാനമുള്ളവരാണ്. ഏത് വിജ്ഞാനത്തെ കുറിച്ചാ? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. ആളുകൾക്ക് പ്രായഭേദമന്യേ ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ വിജ്ഞാനത്തെ, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. ആ വിജ്ഞാനമുള്ളവരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതലായിട്ട് ഭയപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം.
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ കരഗതമാക്കാൻ, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കാൻ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും അതിന് സമയം മാറ്റി വെക്കണം. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരാൾ നമ്മോട് സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംശയം മുസ്ലിമായ ഒരു മനുഷ്യനോട് അമുസ്ലിമായ ആൾ ചോദിച്ചാൽ ആ അമുസ്ലിമിന് കൃത്യമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അറബി കോളേജ് പഠിച്ച കുറച്ച് ആളുകൾ മാത്രം അവര് വിചാരിച്ചാൽ ഇത് നടക്കുള്ളൂ, അവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ എന്നൊന്നും ഇസ്ലാമിന്റെ ഷറത്തുകളിലോ ഇസ്ലാമിന്റെ ശരീഅത്തുകളിലോ എവിടെയില്ല. നേരെ മറിച്ച് മുസ്ലിമാണോ എങ്കിൽ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടൽ നിർബന്ധമാണ്. 5 നേരം നിസ്കരിക്കുന്നവനാണോ, പടച്ച റബ്ബിന്റെ സൃഷ്ടിയാണോ, അള്ളാഹുവിന്റെ ഇസ്ലാമാകുന്ന മതമനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമാണോ, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടൽ നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. അത് മദ്രസയിൽ നിന്ന് പഠിച്ചവരുണ്ടാകും. ആ മദ്രസ പഠനം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം, ആ ബന്ധം മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ചില ആളുകള് 7ാം ക്ലാസ് വരെ മദ്രസ പോയി പിന്നെ അതിനുശേഷം മതപരമായ വിജ്ഞാനം നേടിയെടുക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. ചെറിയ പ്രായത്തിന് വിജ്ഞാനം കിട്ടാത്ത ആളുകളുണ്ടാകും. മദ്രസകളിൽ പോകാത്തവർ, മതപരമായ വിജ്ഞാനം നേടാത്തവർ, അടിസ്ഥാനപരമായ മതത്തെക്കുറിച്ചുള്ള ബോധ്യത്തെ തിരിച്ചറിയാത്തവർ, അത് ലഭിക്കാത്തവരുണ്ടാകും. പക്ഷേ പ്രായമേറി നമുക്കിന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഏറെയാണ്, നമുക്കിന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഇന്റർനെറ്റിലൂടെയും ഓൺലൈൻ ആയിക്കൊണ്ടും ഓഫ്ലൈൻ ആയിക്കൊണ്ടും ഒക്കെ പടച്ച റബ്ബിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ ധാരാളം വഴി നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും അത് നേടിയെടുക്കാത്തവരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചു, അറിവ് നേടിയെടുക്കാത്തവർ അതല്ലെങ്കിൽ അറിവ് നേടിയെടുക്കുന്നവർ അവർക്കുള്ള ഗുണങ്ങളെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹു അടുക്കലേക്ക് വരുന്നത് മദീനയിൽ നിന്നാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ദമസ്കസിലുള്ള പള്ളിയിൽ അബൂദർദാ ഇരിക്കുന്ന സമയത്താണ് മദീനയിൽ നിന്നും ഒരു മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരുന്നത്. ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു യാ അബൂദർദാ അതൈതുക മിനൽ മദീന മദീനത്തുർ റസൂൽ. അബൂദർദാ, ഞാൻ വരുന്നത് മദീനയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീനയിൽ നിന്നാണ് അബൂദർദായെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ലിഹദീസിൻ ബലഗനി അന്നക തുഹദ്ദിസു ബിഹി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ അബൂദർദാ റളിയല്ലാഹുവിനെ കാണാൻ വന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പഠിക്കാൻ മദീനയിൽ നിന്നും ഡമസ്കസിലേക്ക് ആ മനുഷ്യൻ യാത്ര വന്നിരിക്കാൻ. നമ്മളൊക്കെ വീട്ടിലുണ്ടല്ലോ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥം. എന്തുകൊണ്ടാ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും സംഘടന ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും സ്വീകാര്യോഗ്യമായ ഹദീസ് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. എന്തേ അതങ്ങനെ സ്വീകരിക്കാനുള്ള കാരണം എന്നറിയോ? ഇമാം ബുഖാരി അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഷ്ണം ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്ന ഒരു പണ്ഡിതന്റെ അടുക്കൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ട് എന്നറിഞ്ഞാൽ മാസങ്ങളോളം യാത്ര ചെയ്ത് ആ പണ്ഡിതനെ പോയി നേരിട്ട് കാണുകയും ആ പണ്ഡിതനിൽ നിന്നും ആ ഹദീസ് ശേഖരിക്കുകയും അതിന്റെ സനദ് ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിക്കുകയും എന്നിട്ട് അദ്ദേഹം തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതുകയും ശേഷം 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കരിക്കുകയും ചെയ്തിട്ടാ ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരി എഴുതി പൂർത്തിയാക്കിയത്. അവിടെ ആലോചിച്ച് നോക്കുക, ഒരു പണ്ഡിതന്റെ സൂക്ഷ്മത എത്രേ. ഒരു ഹദീസ് കിട്ടാൻ മാസങ്ങളോളം യാത്ര ചെയ്യാൻ. മഹാനായ അബൂദർദാ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്ന ഈ മനുഷ്യൻ മദീനയിൽ നിന്നും ഡമസ്കസിലേക്ക് യാത്ര പോവുകയാണ്. എന്തിനാ പോകുന്നത്? ഹദീസിൻ, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, വലാ ജാഅ ബിക ഗൈറു, അല്ല
നിങ്ങൾ ഡമസ്കസിലേക്ക് വരാൻ വേറെ വല്ല കാരണങ്ങളുണ്ടോ? കച്ചവടം, അതല്ലെങ്കിൽ വൈവാഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ? കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ? മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ മദീനയിൽ നിന്നും ഡമസ്കസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വന്നത് ലിഹദീസിൻ, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂദർദ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹം റിവായത്ത് ചെയ്ത, അദ്ദേഹം റാവിയായിട്ടുള്ള ഒരു ഹദീസ് കിട്ടാനാ ഞാൻ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് വന്നിട്ടുള്ളത്. അബൂദർദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, എന്തിനവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അവന്റെ ഉപജീവനം കണ്ടെത്താനാണോ? അല്ല. മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. ഭൗതികമായ വല്ലതും നേടാനാണോ? അല്ല. യൽതമിസു ഫീഹി ഇൽമൻ, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടാൻ ഒരാൾ ഒരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കുന്ന. ഡമസ്കസിലേക്ക് വന്ന ആ മനുഷ്യനോട് ചോദിച്ചത് എന്താ? നിങ്ങൾ ഡമസ്കസിലേക്ക് വന്ന അബൂദർദായിനെ കാണാൻ മറ്റു വല്ല കാരണങ്ങളുണ്ടോന്നാ. ആ മനുഷ്യൻ പറഞ്ഞത്, ഇല്ല, ലിഹദീസിൻ, ഒരൊറ്റ ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിനുള്ള സന്തോഷ വാർത്ത അബൂദർദ റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ആരെങ്കിലും പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടാൻ ആരെങ്കിലും ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവൻക്ക് സ്വർഗ്ഗത്തേക്കുള്ള വഴി അല്ലാഹു എളുപ്പാക്കി കൊടുക്കുന്ന. കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ, വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ റിദൻ ലിത്വാലിബിൽ ഇൽമ്, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്ന ത്വാലിബുൽ ഇൽമായ, വിദ്യാർത്ഥിയായ ആളുകൾക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ തൃപ്തികളാൽ താഴ്ത്തി കൊടുക്കുന്ന. മലക്ക്, അള്ളാഹുവിന്റെ മലക്കുകൾ തൃപ്തി കൊണ്ട്, സന്തോഷം കൊണ്ട് ആ മനുഷ്യന് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്ന. കഴിഞ്ഞിട്ടില്ല, വഇന്ന ത്വാലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാഇ വൽ അർള് ഹത്തൽ ഹീത്വാനി ഫിൽ മാ, വെള്ളത്തിന്റെ അടിത്തട്ടുകളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. പടച്ചോനെ, ഇന്ന ആളുതാ നിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കാൻ, ഇന്നയാള് നിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് യാത്ര പോകാൻ, അള്ളാഹുവെ ആ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് പുറത്തു കൊടുക്കണേ. ആരൊക്കെ പ്രാർത്ഥിക്കും? മൻ ഫിസ് സമാഇ വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും, ഹത്തൽ ഹീത്വാനി മിനൽ മാ ഫിൽ മാ, വെള്ളത്തിലുള്ള മീനുകൾ വരെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗ്ഫാർ നടത്തും. ആർക്ക് വേണ്ടിയിട്ടാ? പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടുന്നവർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കാൻ യാത്ര പോകുന്നവർക്ക് വേണ്ടി. കഴിഞ്ഞില്ല, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, വഇന്ന ഫളൽ ഇൽമി അലൽ ആബിദി കഫളൽ ഖമരി അലാ സാഇരിൽ കവാകിബ്, ആകാശത്തുള്ള നക്ഷത്രങ്ങളില് ചന്ദ്രൻ, ഖമർ, ആ ചന്ദ്രനെ പ്രത്യേകമായി നമുക്ക് വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ആ ചന്ദ്രന്റെ നല്ല തിളക്കം, ആ ചന്ദ്രന്റെ നല്ല നിലാവ്, ആ ചന്ദ്രന്റെ നല്ല വെളിച്ചം മറ്റുള്ള നക്ഷത്രങ്ങളിലും ചന്ദ്രനെ വ്യതിരക്തമാക്കി നിർത്തുന്നത് പോലെ അള്ളാഹുവിന്റെ കോടാനുകോടി കണക്കിന് അടിമകളിൽ നിന്നും അറിവ് നേടിയവനെ അള്ളാഹ് പ്രത്യേകമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്ന. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവർ, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, അന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുക്കുന്ന ആലിമുകൾ, പണ്ഡിതന്മാർ, വറസത്തുൽ അംബിയാ, അവർ പ്രവാചകന്മാരെ അനന്തരമെടുത്തവരാണ്. ബാപ്പ മരിച്ച മക്കൾക്ക് സ്വത്ത് കിട്ടുക, അനന്തരാവകാശം. അതേപോലെ
പ്രവാചകന്മാരുടെ സ്വത്തിനെ അനന്തരമെടുത്തവരാണ് പണ്ഡിതന്മാർ. എന്നിട്ട് പ്രവാചകൻ പറയാ, ഇന്നൽ അംബിയാ ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമൻ. പ്രവാചകന്മാർ ഈ ലോകത്ത് വിട്ടേച്ചു പോയത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. പ്രവാചകന്മാർ വിട്ടേച്ചു പോയ ദീനാറുകളോ ദിർഹമുകളോ അനന്തരം എടുത്തവരല്ല പണ്ഡിതന്മാർ. നേരെ മറിച്ച് ഇന്നമാ വറസൂ അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിരിൻ. പ്രവാചകൻ പറയാ, പ്രവാചകന്മാർ ഈ ലോകത്ത് വിട്ടേച്ചു പോയ അവരുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. ആ വിജ്ഞാനം നേടിയെടുക്കുന്നവരാ പണ്ഡിതന്മാർ. ആ വിജ്ഞാനം കരഗതമാക്കുന്നവരാ പണ്ഡിതന്മാർ. പ്രവാചകൻ പറയാ, ആ വിജ്ഞാനം ആരെങ്കിലും നേടിയെടുത്താൽ, മതത്തെക്കുറിച്ചുള്ള ബോധ്യം, മതത്തെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം, ആ വിജ്ഞാനം ആരെങ്കിലും നേടിയെടുത്താൽ അവർക്കല്ല ഒരുക്കി വെച്ചത് സ്വർഗവും പാപമോചനവും ആ സ്വർഗീയ അനുഭൂതികളുമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. അത് പറയാനുള്ള കാരണം നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള എതിർപ്പുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുപൊടുന്ന ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിന്നും അതിനടിസ്ഥാനപരമായി മറുപടി കൊടുക്കാൻ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. പച്ചപ്പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന മുസ്ലിങ്ങളില്ലേ? എന്തേ കാരണം? അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. വിശ്വാസകാര്യങ്ങളിൽ ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്നറിയാത്തവർ നമ്മളെ കൂട്ടത്തിലില്ലേ? അത് പഠിക്കാനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പിന്നെന്ത്? അത് നമ്മളെ മേഖല അല്ല എന്നുള്ളതുകൊണ്ട് പഠിക്കാതിരിക്കുകയാണ്. കർമാനുഷ്ഠാനങ്ങളിൽ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പൗരോഹിത്യം പറയുന്ന മദ്ഹബി പക്ഷപാതത്തിന്റെ പേരിൽ, ത്വരീഖത്തുകളുടെ പേരിൽ ആളുകൾ വിളമ്പുന്നത് എന്തും ദീനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളില്ലേ? എന്തേ അവരുടെ ജീവിതത്തിൽ കർമാനുഷ്ഠാനപരമായി ഈ അപാകതകളും അപജയങ്ങളും ഒന്നും സംഭവിക്കാനുള്ള കാരണം? മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് വിജ്ഞാനം നേടുന്നവർക്ക് ഓനാണ് സ്വർഗത്തിന്റെ അവകാശികൾ. അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നേടിയെടുത്തവരാ, അവർക്കാണ് സ്വർഗം, അവർക്കാണ് ഇസ്തിഗ്ഫാർ. ആകാശഭൂമികളിലുള്ള സകല സൃഷ്ടിചരാചരങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മത്സ്യത്തിന്റെ കടലിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കണം. അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കിടയിലൊക്കെ ഇന്ന് മതം എന്നുള്ളത്, മതനിരാസം എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡായിട്ട് മാറുക. എന്താ മതനിരാസം? മതമൊന്നും വേണ്ട, നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ട, ഹജ്ജ് ചെയ്യണ്ട, ഉംറ ചെയ്യണ്ട, ഓരോ നന്മയും ചെയ്യൂല. നന്മ ചെയ്യുന്നവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമം അവന്റെ അടുക്കൽ ഉണ്ടാവും ചെയ്യും. അതിന്റെ പേരാ മതനിരാസം. മതമൊന്നും വേണ്ട. മതങ്ങളുണ്ടായാൽ മനുഷ്യന്മാർ തമ്മിൽ അടിക്കുകയാണ്. ജാതിയുടെ മതത്തിന്റെ പേരിൽ എത്രയെത്ര മനുഷ്യരെയാ കൊന്നടക്കിയത്. എന്നാൽ ഈ മതമൊന്നുമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ ഇന്നത്തെ പുതുതലമുറ ഇങ്ങനെ വെമ്പല് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ മതമില്ലാതെ, മതത്തിന്റെ ധാർമ്മികതയില്ലാതെ ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യർക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയൂലെന്ന്? മതമില്ലെങ്കിൽ, ദീനില്ലെങ്കിൽ, ദീന് പഠിപ്പിച്ച ധാർമ്മികതയില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധങ്ങൾക്കും അതേപോലെ തന്നെ മാനുഷികമായിട്ടുള്ള കടമകൾക്കും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിൽ പിന്നെ എന്ത് ധാർമ്മികത നമുക്ക് കാണാൻ സാധിക്കുക? ഒന്നും കാണൂല. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം മതനിരാസത്തിന്റെ കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മതനിരാസം, മതം വേണ്ട, മതം തന്നെ വേണ്ട, ഒരു മതവും വേണ്ട. ഇസ്ലാം വേണ്ട, ഹൈന്ദവ മതം വേണ്ട, ക്രൈസ്തവ മതം വേണ്ട, ഒരു മതവും വേണ്ട. അവിടെയാണ് നമ്മൾ മതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ സ്കൂളുകളിലേക്ക്, നല്ല സ്കൂളുകൾ തിരഞ്ഞെടുത്ത് മക്കളെ അഡ്മിഷന് വേണ്ടി നമ്മൾ ആ സ്കൂളുകളിലേക്ക് പോകുന്നത് പോലെ മദ്രസകളിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രസക്തിയാണ്. നമ്മുടെ മക്കൾക്ക് മതവിജ്ഞാനം നഷ്ടപ്പെട്ടാൽ ഒന്നാമത്തെ അതിന് നഷ്ടക്കാരി നമ്മൾ തന്നെയാണ്, ബാപ്പയാണ്, ഉമ്മയാണ്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വീട്ടകങ്ങളിൽ മതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീന് നമ്മുടെ വീട്ടിൽ നമ്മളെങ്കിലും മുറുകെ പിടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവസാന കാലഘട്ടം വരുമ്പോൾ
അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധ്യമൊക്കെ മനുഷ്യരുടെ മനസ്സ് നഷ്ടപ്പെട്ടു. എത്രത്തോളം അവസാനത്തെ കാലഘട്ടം വരുമ്പോ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കൈവെള്ളയിൽ ഒരു തീക്കനൽ വെച്ച് അതിനെ മുറുകെ പിടിക്കുന്ന പ്രയാസം അവനുണ്ടാകുന്ന, അത്രയും വലിയ പ്രയാസം, അത്രയും വലിയ പ്രയാസത്തിലേക്ക് കാലഘട്ടം മാറും. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടും. പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ കാലഘട്ടത്തിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളൊക്കെ അതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ സ്കൂളിലേക്ക് നമ്മളെ മക്കളെ ചേർത്തിയല്ലോ. മക്കൾക്ക് ആ സ്കൂള് കഴിഞ്ഞ് വന്നാൽ ആ സ്കൂൾക്ക് പോണതിന് മുമ്പോ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇനി മദ്രസയിലേക്ക് ഒരു കാരണവശാലും പോകാൻ കഴിയില്ലെങ്കിൽ അതിന് പകരമായിക്കൊണ്ട് എൻ്റെ കുട്ടിക്ക് മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം കിട്ടാനുള്ള വഴി എന്ന് നമ്മൾ ചിന്തിച്ചോ? ഉണ്ടാകൂല. ഉണ്ടെങ്കിൽ അത് ചിന്തിക്കണം. വിജ്ഞാനത്തെ, മതത്തെക്കുറിച്ചുള്ള ബോധ്യത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ അതിന് പകരം, അറിവിന് പകരം അവിവേകം കടന്നു വരും. അത് ലോകാവസാനത്തിന്റെ അടയാളമല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? അറിവുള്ളവരെയും അറിവിനെയും അല്ലാഹു ഉയർത്തും. എന്നിട്ടോ ഈ ലോകത്ത് ജഹാലത്ത് അല്ലാഹു സ്ഥിരമാക്കുന്ന, അവിവേകം അല്ലാഹു സ്ഥിരമാക്കും. വിവരമില്ലാത്ത അവസ്ഥ. ദീനിനെ കുറിച്ച് അറിവുള്ളവരും ദീനിനെ കുറിച്ച് പഠിച്ചവരുമൊക്കെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരും. ഇപ്പൊ മദ്രസയൊക്കെ എടുത്തു നോക്കി നിങ്ങൾ. മദ്രസയിലേക്ക് കുട്ടികൾ കുറഞ്ഞു വരികയാണ്. മദ്രസയിലൊക്കെ കമ്മിറ്റികൾ പൂട്ടാനാലേക്ക്. എന്തേ കാരണം? നമ്മളെ മക്കളൊന്നും മദ്രസ പോണില്ല, നമ്മളെ മക്കളൊന്നും മദ്രസ പഠിക്കണില്ല. എന്തേ കാരണം? അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധ്യം കുറഞ്ഞു വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, ആ വിജ്ഞാനത്തെ ഉയർത്തപ്പെടും. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനത്തെ ഉയർത്തപ്പെടും. അങ്ങനെ ദീനിനെ കുറിച്ച് പഠിച്ച ആലിമുകളെയും അല്ലാഹു ഉയർത്തും. ഓലെ കാലം കഴിയും. എന്നാ പിന്നെ ലോകത്തുള്ളത് എന്താ? ജഹാലത്ത് മാത്രാണ്, അവിവേകം മാത്രാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഫന്തദിരി സാഅ, നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ വീട് ഒരു മദ്രസയാകണം. നമ്മുടെ വീട് ഒഴിവ് സമയങ്ങളിൽ മക്കളെ കൂട്ടിയിരുത്തിയിട്ട് തഫ്സീറുകൾ വായിക്കുന്ന, ഹദീസുകൾ വായിക്കുന്ന, അതിൻ്റെ അർത്ഥം പറയുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമികമായിട്ട് സ്വഭാവപരമായ, വിശ്വാസപരമായ, ചരിത്രപരമായ, കർമ്മപരമായ പുസ്തകങ്ങൾ നമ്മളെ മക്കളെ കൊണ്ട് വായിപ്പിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ മാറണം. പരിശുദ്ധമായ ഖുർആൻ എന്നും ഓതണം. അത് ഓതാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിപ്പിക്കുന്ന, പറയുന്ന, എഴുതി രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അത് ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ. അങ്ങനെ ദീനുമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും വെച്ച് പുലർത്തണം. ബാപ്പ മരിച്ചാൽ, നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കാൻ മുമ്പത്തെ സൊഫിൽ ഉണ്ടാകുന്നു, ഇമാമുണ്ടാകുന്നു, ഉറപ്പറിയാൻ പറ്റും നമുക്ക്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നട്ടപ്പോയിടാൻ ഒരു പള്ളിക്കത്തെ ഇമാമുണ്ടാകും. ഓൻ ബീഹാറിൽ നിന്നോ വെസ്റ്റ് ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നോനാ. ഓ നല്ല ഈണത്തിലും താളത്തിലും അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാമ നിൽക്കുമ്പോ ആ ഇമാമ എന്താലേ എന്ന് പറയാനല്ലാതെ സ്വന്തം ബാപ്പാക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും ആ പ്രാർത്ഥന പോലെ അറിയാത്ത മക്കളെ നമ്മളെ വീടുകളില്ലേ? ഒരു ഡിഗ്രി ഉണ്ട്, ഓലെ പേരിന് നേരെ PG യും ബിരുദാനന്തര ബിരുദ കോഴ്സുകളൊക്കെ നമ്മൾ ചേർത്തി കൊടുത്തു. പക്ഷെ അടിസ്ഥാനപരമായി നേടിയെടുക്കേണ്ട വിജ്ഞാനം നമ്മൾ കൊടുത്തിട്ടില്ല. 5 നേരത്തെ നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ തക്ബീർ മുതൽ തസ്ലീം വരെ, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെയുള്ള പ്രാർത്ഥനകൾ അർത്ഥസഹിതം തെറ്റാതെ ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ നമ്മൾ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബാപ്പക്കും ഉമ്മക്കും സമാധാനിക്കാം. അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ശുദ്ധ ഖുർആൻ 66-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനങ്ങളായി തീരുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. എന്നിട്ട് ആ നരകത്തിന്റെ ഭയാനകരമായ അതിന്റെ കാവൽക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വചനം, ശുദ്ധ ഖുർആൻ 66-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമൊക്കെ ഇന്ധനമായി കത്തിയമരുന്ന ആ നരകത്തിൽ നിന്നും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനെയും നിങ്ങളുടെ കുടുംബക്കാരെയും അഹ്ലുകാരെയും നിങ്ങൾ സംരക്ഷിക്കണം, കാത്തുരക്ഷിക്കണം എന്നുള്ള ആ ആയത്ത് കൊണ്ട് ഉദ്ദേശമാക്കുന്നത് എന്ന് പറഞ്ഞ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ, അതിൽ മക്കളുണ്ടാകാം, ഭാര്യയുണ്ടാകാം, ഭർത്താവുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, ആ അഹ്ലുകാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ അവർക്കൊക്കെ അല്ലിമൂഹും, അവർക്ക് മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രവർത്തനം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. പ്രവാചകൻ പറഞ്ഞു, ഇദാ മാതൽ അബ്ദു ഇൻഖത അമലു കുല്ലുഹു ഇല്ലാ സലാസ, ഒരു മനുഷ്യൻ മരണപ്പെട്ടവൻ എല്ലാ പ്രവർത്തനങ്ങളും നിന്നുപോയി. നിസ്കാരം അതോടുകൂടി അവസാനിച്ചു, അവൻ അനുഷ്ഠിച്ചിരുന്ന നോമ്പുകൾ അതോടുകൂടി അവസാനിക്കുകയാണ്, എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു. ഇല്ലാ സലാസൻ, 3 പ്രവർത്തനങ്ങൾ ഒഴിച്ച്. ആ 3 അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന് സ്വതക്കത്തുൻ ജാരിയ, എന്നൊന്നും നിലനിൽക്കുന്ന സ്വതക്ക, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അല്ലെ. ഒരു പള്ളിക്ക് നമ്മളൊരു 10 രൂപയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തുക. പക്ഷെ ആ 10 രൂപ അങ്ങനെ ഒരുപാട് ആളുകളുടെ പൈസ കൊണ്ടേക്കാരും ഈ പള്ളിയിൽ ഈ കാർപ്പറ്റ് വാങ്ങിയിട്ടുണ്ടാവുക. അവിടെ ആലോചിച്ച് നോക്ക്, ഈ കാർപ്പറ്റിന് വേണ്ടി തന്ന ആളുകൾക്ക് അല്പം മരിച്ചുപോയിണ്ടാവും. പക്ഷെ അവർക്ക് ഇപ്പോഴും ഈ കാർപ്പറ്റിൽ സുജൂദ് ചെയ്യുന്ന ഓരോ മനുഷ്യന്റെ സുജൂദിന്റെ നന്മയും പോലെ ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക, പള്ളി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, മദ്രസകൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അറബി കോളേജുകൾക്ക് സ്വതക്ക കൊടുക്കുന്നവർ, അങ്ങനെ എത്ര കാര്യങ്ങൾ അതവന്റെ ഖബറിലേക്ക് അവന്റെ മരണശേഷവും കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത്തെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ സന്താനം, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. മൂന്നാമത്തേത് വഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ ഉപകാരമുള്ള വിജ്ഞാനം, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം. ആ മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനം അവൻ പകർന്നു കൊടുത്തോടത്തോളം, ഒരാൾക്ക് പകർന്നു കൊടുത്തു, ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, അയാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതനുസരിച്ചൊക്കെ ആരാണോ ആദ്യം പറഞ്ഞു കൊടുത്ത് അയാൾക്ക് അതിൻ്റെ ഒരു പുണ്യം അയാൾ മരിച്ചാലും ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്യരായി തീരാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹിന്റെ മുമ്പിൽ വിജയിച്ചവരായി സ്വർഗത്തേക്ക് പോകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണോ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച്, ഗ്രന്ഥങ്ങളെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, സ്വർഗ നരകത്തെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച് എല്ലാ വിജ്ഞാനങ്ങളും അതിലുണ്ട്. അത് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ ഭൗതികപരമായ വിജ്ഞാനങ്ങൾ നേടിക്കൊടുക്കുന്ന അതേ താല്പര്യത്തിൽ, ഒരു പക്ഷെ അതിനേക്കാളേറെ മുകളിലായിക്കൊണ്ട്
നമ്മുടെ മക്കളെ വിഷയത്തിൽ മതപരമായ വിജ്ഞാനം നേടിക്കൊടുക്കാൻ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ